നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ഒമാൻ കൃഷിക്കൂട്ടം ബുറൈമി ഇന്ത്യൻ സ്കൂളുമായി ചേർന്ന് പതിവ് പോലെ കുട്ടികൾക്കായി ദ ലിറ്റിൽ ഗ്രീൻ ഫിംഗേഴ്സ് എന്ന മത്സരം സംഘടിപ്പിക്കുന്നു. വരുംകാല തലമുറ മണ്ണിന്റെയും കൃഷിയുടെയും പ്രാധാന്യം മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മത്സരം കുട്ടികൾക്കിടയിൽ സംഘടിപ്പിക്കുന്നത്. കാറ്റഗറി അനുസരിച്ച് മത്സരാർത്ഥികൾക്കുള്ള പച്ചക്കറി തൈകൾ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ബുറൈമി ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ശാന്തകുമാർ ദശരി കുട്ടികൾക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ഒമാൻ കൃഷിക്കൂട്ടം ബുറൈമി അഡ്മിൻമാരായ ശ്രീജിത്ത്, നിഷാദ്, ധന്യ, അംഗങ്ങളായ റോഷ്, സനില, ഷാജി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ബഹ്റൈൻ പാരമ്പര്യ സാംസ്കാരിക അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 18ാമത് സാംസ്കാരിക വസന്തോത്സവത്തിന് പ്രൗഢഗംഭീര തുടക്കം. സംഗീതജ്ഞരായ സയ്യാദ് സൈമാൻ, അഹമ്മദ് അൽ ജുമൈരി എന്നിവർ അവതരിപ്പിച്ച സംഗീത പരിപാടിയോടെയാണ് ബഹ്റൈൻ നാഷണൽ തിയേറ്ററിൽ സ്പ്രിംഗ് ഓഫ് കൾച്ചറിന് തുടക്കമായത്. ഷെയ്ഖ് ഇബ്രാഹിം ബിൻ മുഹമ്മദ് അൽ ഖലീഫ കൾച്ചറൽ സെന്റർ, അൽ ദാന തിയേറ്റർ, അൽ റവാഖ് ആർട്സ് സ്പേസ്, അൽ ബാരിഹ് ഫൈൻ ആർട്സ്, ആർട്ട് കൺസെപ്റ്റ്, ലാ ഫൗണ്ടൈൻ സെന്റർ ഫോർ കണ്ടംപററി ആർട്ട് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി. മാർച്ച് വരെ നീണ്ടുനിൽക്കുന്ന വസന്തോത്സവത്തിൽ നാഷണൽ തിയേറ്റർ സ്റ്റേജ് നിരവധി മാസ്മരിക പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. ഒമാനിൽ സുൽത്താന്റെ സ്ഥാനാരോഹണ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പൊതു അവധിയും വാരാന്ത്യ ദിനങ്ങളും ഒരുമിച്ച് വന്നതോടെ പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങളിൽ തിരക്കേറി. അനുകൂലമായ കാലാവസ്ഥ കൂടിയായതോടെ കുടുംബവുമായിട്ടായിരുന്നു സ്വദേശികളും വിദേശികളും അടക്കമുള്ളവർ എത്തിയത്. മസ്കറ്റിന്റെ നഗരപ്രദേശങ്ങൾ ഒഴികെ ഉൾഭാഗങ്ങളിൽ നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ജബൽ ഷംസിൽ ദിവസങ്ങൾക്ക് മുൻപ് താപനില മൈനസിലെത്തിയിരുന്നു. ഇതോടെ ഇവിടെ മഞ്ഞ് വീഴാനും തുടങ്ങി. നിരവധി സഞ്ചാരികളാണ് ഈ സുന്ദര മുഹൂർത്തങ്ങൾ അനുഭവിക്കാനും പകർത്താനുമായി എത്തുന്നത്. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@പ്രവാസിഭാരതി.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ്@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്.